തിരികെ സ്വാഗതം. ചർച്ചയിലേക്ക് ശ്രീ പി കെ ഗോപൻ, അവസാനമായി ഞാൻ അങ്ങയിലേക്കാണ്. 2026 ഈ സമവാക്യങ്ങളൊക്കെ മാറുകയാണ് എങ്കിൽ LDFന്റെ ഭരണം എന്നുള്ളത് 3.0 എന്ന് പറയുന്നത് സ്വപ്നമായിരിക്കും എന്നുള്ളതാണ് UDFന്റെ പ്രതിനിധികളും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ പറയുന്നത്. അല്ല, സ്വപ്നം കാണാനുള്ള അവകാശത്തിന് നികുതി ഏർപ്പെടുത്താത്തത് കൊണ്ട് അവർക്ക് ഇങ്ങനെ സ്വപ്നം കാണാം. പക്ഷേ ശ്രീമതി മാധു വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വികസനത്തിന് വലിയ ഊന്നൽ കൊടുക്കുന്ന ഒരു സമൂഹമാണ് പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ നടന്ന വികസനം അല്ല, ഇപ്പൊ അങ്ങനെ ഇടയ്ക്ക് കയറല്ലേ സുഹൃത്ത്, അങ്ങനെ ഇടയ്ക്ക് കയറല്ലേ, എന്റെ അവസാന സമയമാണ്, ഇടയ്ക്ക് കയറല്ലേ, ദയവായിട്ട് അങ്ങനെ ചെയ്യല്ലേ, അല്ല അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ ചെയ്ത് അല്ല, അവസാന സമയത്ത് ചർച്ച അലമ്പാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അവസാന സമയത്ത് മാധുവിന് ശരിയല്ല, അവസാന സമയത്ത് ചർച്ച അലമ്പാക്കുന്ന ഇത്തരം അവതാരങ്ങളുമായിട്ട് ചർച്ചയ്ക്ക് വിളിക്കല്ലേ, അല്ല അവസാന സമയത്ത് ചർച്ച അലമ്പാക്കുന്ന ഇത്തരം അവതാരങ്ങളുമായിട്ട് ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കല്ലേ, ശരിയായ ഒരു ഏർപ്പാടല്ല. അതായത് കേരളത്തിൽ ചൂരൽമലയിലെ പണം എവിടെയെന്ന് കേരള കോൺഗ്രസ് ചോദിക്കുകയാണ്. 30 സെക്കൻഡ് കൊണ്ട് 300 വീട് നിർമ്മിച്ചതിന്റെ അത്ഭുതത്തെ കുറിച്ച് കേരള കോൺഗ്രസ് ചോദിക്കുകയാണ്, കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ചോദിക്കുകയാണ്. അതുകൊണ്ട് ഈ കേരളത്തിൽ 10 വർഷം കൊണ്ട് ഇന്ത്യ രാജ്യത്ത് 100 വർഷം നേടിയ വികസനമാണ് നടപ്പിലായിട്ടുള്ളത്. ഇതുപോലാണ് നിങ്ങൾ അലമ്പാക്കുന്നത്, എല്ലാത്തിലും നിങ്ങൾ ഇങ്ങനെ അലമ്പാക്കുന്നത്. നിങ്ങളാണോ ഈ ഐക്യ ജനാധിപത്യ മുന്നണി? ശ്രീമതി മാധു, നാട്ടിൽ നെയ്യപ്പം എന്നൊരു പലഹാരമുണ്ട്, നെയ്യും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ ഒരു ഐക്യവും ജനാധിപത്യവും എന്ന് പറയുന്ന സാധനമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു മുന്നണിയാണ്. തമ്മിലടിയുടെയും വഴക്കിന്റെയും ഒരു കോർപ്പറേഷന്റെ ചെയർമാൻ